ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജിസ്ല മാടശ്ശേരി. വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനൊരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഗുണമുണ്ടാവോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റ് ഒരിടത്ത് നമ്മൾ പ്രതികരിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നിരത്തിലിറങ്ങി നമ്മൾ പ്രതിഷേധിക്കുന്ന സമയത്ത് അത് അവിടെ കാണുന്ന 4 പേരിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ യുവാക്കളെ ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിലാണ് ഈ ഒരു നവമാധ്യമത്തിലേക്ക് ഈ ചർച്ചയിടുന്നത്. ഇപ്പോൾ എന്നും നമുക്ക് ചർച്ച ചെയ്യാൻ ഓരോ പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണപ്രിയ, ജ്യോതി, സൗമ്യ, ഭവന, ഒരു പ്രമുഖ, അതുപോലെ തന്നെ മിഷേൽ, റസീല, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ. അവസാനമായി ഇപ്പൊ കേട്ടത് മിഷേൽ എന്ന പെൺകുട്ടിയുടെ അവസ്ഥയാണ്. ഇങ്ങനെ ഓരോ പെൺകുട്ടികളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചെയ്യപ്പെടാതെ പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇതിൽ കൂടുതലാണ്, ഒരുപാടുണ്ട്. പലപ്പോഴും ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് മാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്നുള്ള നിലക്ക് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോഴൊക്കെ ഇങ്ങനെ പ്രതികരിക്കണം, ഇത് ഞാൻ എങ്ങനെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നുള്ള തലത്തിലൊക്കെ ഒരുപാട് വേദനകളും ഞാൻ സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തില് ഈ മിഷേലിന്റെ അല്ലെങ്കിൽ റസീലയുടെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. സെലിബ്രിറ്റീസിന് വരെ ഇങ്ങനൊരു സാഹചര്യം വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇനി എന്ത് എന്നുള്ളത് വളരെ വേദനയോട് കൂടിയിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇപ്പൊ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം അതിലും ഞെട്ടിക്കുന്ന രീതിയിലൊരു വാർത്ത കേൾക്കാനിടയായി. സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട് പ്രഗ്നന്റ് ആയിട്ട് പ്രസവിക്കേണ്ടി വന്ന ഒരു 15 വയസ്സുകാരി, അവളുടെ അനിയത്തിയും ഇതേ അവസ്ഥയിൽ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഇങ്ങനെ എത്രയോ ഇഷ്യൂകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത്, ഈ നിയമവ്യവസ്ഥിതി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ എണ്ണം കൂടുകയല്ലാതെ ഒരിക്കലും കുറയുകയില്ല. ചർച്ച ചെയ്യപ്പെടാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. പെണ്ണിന്റെ വസ്ത്രധാരണ രീതിയെ നമുക്ക് പഴിക്കാം. അങ്ങനെ പഴിക്കുന്ന ഒരു വിഭാഗം സമൂഹമുണ്ട്. ഞാൻ ഒരു ദിവസം ചർച്ച കിട്ട സമയത്ത് ഒരുപാട് തെറികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ചോദിക്കാനുള്ളത്, 3 വയസ്സായുള്ള പെൺകുട്ടി നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. എന്ത് വസ്ത്രധാരണ രീതിയെ നമ്മൾ അവരെ പഴിക്കും? 90 വയസ്സ് കഴിഞ്ഞ് സ്വന്തം ശരീരത്തിൽ നിന്നും വസ്ത്രം മാറിക്കഴിഞ്ഞാൽ അത് സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചിടാൻ പോലും കഴിയാത്ത രീതിയിൽ എത്ര അമ്മമ്മമാര് അല്ലെങ്കിൽ വൃദ്ധയായിട്ടുള്ള വാർദ്ധക്യ രോഗം പിടിപെട്ട സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഒരു വയസ്സായ സ്ത്രീ ഒരു ദിവസം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, രാവിലെ എണീക്കുമ്പോൾ എന്റെ ശരീരം പച്ച മാംസം പോലെയാവുന്നു. അതായത് അത്രയ്ക്കും നിജമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന വൃദ്ധയായ സ്ത്രീകൾ. പ്രായമോ അല്ലെങ്കിൽ നിറമോ ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നമല്ലാതായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് മാറേണ്ടത് മനോഭാവമാണ്, അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതിയാണ്. ഇവിടെ ഒരു ചർച്ചയ്ക്ക് ഇട്ടത് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഒരുമിച്ച് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്നേം, ഒരുമിച്ച് കാണാൻ പറ്റുന്നേം, ഒരുമിച്ച് പ്രതികരിക്കാൻ കഴിവുള്ള ഒരു വിഭാഗം യൂത്ത്സിന് ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ് ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചർച്ചയെ എടുത്തിടുന്നത്. ഞാനും ഒരു പെൺകുട്ടിയാണ്. വീടിനകത്തും പുറത്തും നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷയില്ല. ജിഷ വീടിനകത്ത് നിന്ന പെൺകുട്ടിയാണ്, അവൾ ആക്രമിക്കപ്പെട്ടു. സൗമ്യ പുറത്തു പോയ പെൺകുട്ടിയാണ്, അവൾ ആക്രമിക്കപ്പെട്ടു. ഞാനും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ചിലപ്പോൾ അടുത്ത ദിവസം നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ചർച്ചാ വിഷയമായിട്ട് എത്തിയേക്കാം. ഈ തരത്തിൽ ഒരിക്കലും അങ്ങനെ വരരുത് എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലും നമ്മൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഈ സാമൂഹ്യ മാധ്യമത്തിനപ്പുറത്തേക്ക് നിരത്തിലിറങ്ങി നമ്മൾ പ്രതിഷേധിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ പ്രതിഷേധങ്ങളൊന്നും കേൾക്കേണ്ട ആളുകളുടെ ചെവിയിൽ എത്തിയിട്ടും അവരത് കേൾക്കാത്ത പോലെ നടിക്കുന്നു, കാണേണ്ടവർ കാണാണ്ട പോലെ നടിക്കുന്നു. ഇപ്പൊ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതൊന്നും അറിയില്ല. വളരെയധികം വിഷമമുണ്ട്. ഞാനും ഇതുപോലെ പബ്ലിക്കായിട്ട് ഇറങ്ങി സഞ്ചരിക്കുന്ന, ഒരുപാട് ദൂരങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നെപ്പോലെ തന്നെ എല്ലാ പെൺകുട്ടികളും ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ്. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു അവസരമായിട്ട് നിങ്ങൾ ആരും കാണരുത്. അതൊരു ഉത്തരവാദിത്വമായിട്ട് കാണാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ സാമൂഹികമായിട്ടുള്ള നിയമവ്യവസ്ഥയിൽ ഒരു മാറ്റം വരാൻ യുവാക്കൾ നമ്മൾ ഒരുമിച്ച് മുന്നിട്ടിറങ്ങണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. നമ്മുടെ ചുറ്റും ഒരു പെൺകുട്ടിയുടെ വാർത്തയും ചിലപ്പോൾ എന്റേതോ നിങ്ങളുടെ സഹോദരിയുടേതോ നമ്മുടെ കൂട്ടുകാരികളുടേതോ ഒന്നും ഇനി ഇത്തരത്തിൽ കേൾക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. മിഷേൽ എന്ന പെൺകുട്ടിയുടെ ഈ ഒരു അവസ്ഥയെ ചിലപ്പോൾ പിന്നിൽ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും അത് അന്വേഷിക്കാനുള്ള ഒരു ഊർജിതമായിട്ടുള്ള നടപടി നമ്മുടെ സർക്കാർ സ്വീകരിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു സർക്കാരിനെയും ഒരു ഭരണത്തെയും ഞാൻ പഴിക്കുന്നില്ല. കാരണം
നമ്മുടെ ഏത് ഭരണം മാറി മാറി വന്നാലും പെണ്ണിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. പുതിയ സർക്കാർ വന്നപ്പോൾ നമ്മൾ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എണ്ണം കൂടുതലാണ്ട് കുറയുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇതൊരു രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ആരും കാണരുത്. ഒരു അഭ്യർത്ഥനയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ഒരു വേദനയായിട്ട് നിങ്ങളെല്ലാവരും കാണണം. അധികം ഒന്നും സംസാരിക്കുന്നില്ല. ഒരു സാമൂഹികമായിട്ടുള്ളൊരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മുടെ മനോഭാവങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു.